കോഴിക്കോട് വടകരയിൽ ക്യാരവാനിൽ രണ്ടുപേർ മരിച്ച സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. എസിയിൽ നിന്നുള്ള വിഷവാതകം ശ്വസിച്ചതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മലപ്പുറം സ്വദേശി മനോജ്, കണ്ണൂർ സ്വദേശി ജോയൽ എന്നിവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തിങ്കളാഴ്ച രാത്രിയാണ് വടകര കരിമ്പനപ്പാലത്ത് നിർത്തിയിട്ട കാരവനിൽ മൃതദേഹങ്ങൾ കണ്ടത്. ഡ്രൈവർ മനോജ് ഡോറിനടുത്തും ജോയലിന്റെ മൃതദേഹം ബർത്തിലുമായിരുന്നു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് ഫിംഗർ പ്രിന്റ് വിദഗ്ധരും പരിശോധന നടത്തി. വടകര CI N സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇൻക്വസ്റ്റ് ഇന്ന് രാവിലെ പൂർത്തിയാക്കി. ഇൻക്വസ്റ്റ് സമയത്ത് പോലീസും അതുപോലെ തന്നെ പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡ്, ഫിംഗർ പ്രിന്റ്, സയൻറ്റിഫിക് എക്സ്പെർട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ RTO പങ്കെടുത്തിരുന്നു. ഈ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയപ്പം മെഡിക്കൽ കോളേജിലേക്ക് ബോഡി അയച്ചിട്ടുണ്ട്. AC-യുടെ വാതക ചോർച്ചയാണ് മരണത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക വിവരം. അസ്വാഭാവികമായ ഒന്നും വാഹനത്തിൽ കണ്ടെത്തിയിട്ടില്ല. ഞായറാഴ്ച രാത്രി മുതൽ കാരവൻ കരിമ്പനപ്പാലത്ത് നിർത്തിയിട്ടിരുന്നു. ആലത്തൂരിൽ നിന്നുള്ള യുവതി പരിസരവാസികളിൽ ഒരാളെ വിളിച്ച് കാരവൻ പ്രദേശത്ത് നിർത്തിയിട്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടത്. കണ്ണൂരിൽ വിവാഹത്തിനെത്തിയവരെ ഇറക്കി മലപ്പുറത്തേക്ക് തിരിച്ചു പോവുകയായിരുന്നു കാരവൻ. കൈരളി ന്യൂസ്, കോഴിക്കോട്.